വാട്സ്ആപ്പ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് വെച്ചാൽ എൻ്റെ ആദ്യത്തെ കണ്ണിയോട്ട് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. എലക്ഷൻ ഇന്നലെയെങ്കിലും വീഡിയോ ഇടാൻ ടൈം കിട്ടിയത് ഇന്നാണ് ഗൈസ്, അതിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വോട്ട് ഇടാൻ വേണ്ടി ആ പ്ലേസിൽ പോയി. അപ്പോൾ തന്നെ ആ ലൈന് കണ്ട് എൻ്റെ ബോധം പോയി എന്ന് പറയാം. അത്രയ്ക്കും ആൾക്കാരുണ്ടായത്. സത്യമായിട്ട് ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല, അത്ര ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടാണ് ഇരുന്ന് പോയത്, ആൾക്കാർ കുറേ ഇട്ട്. പക്ഷെ ആടെ പോയിട്ട് നോക്കിയപ്പോൾ നമുക്കൊരു ഭീകരമായ ലൈനാണ് നമ്മൾ ആടെ കണ്ടത്. അപ്പോൾ തന്നെ മനസ്സിലായി എന്തായിട്ടും 5 മണി വരെ ഇവിടെ നിൽക്കേണ്ടി വരും പറഞ്ഞിട്ട്. പിന്നെ ആടെ കണ്ടത് എന്ന് പറഞ്ഞാൽ മൊബൈൽ അലൗഡ് ഇല്ല എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. ആദ്യമേ അറിയുന്നുണ്ടായിട്ട് പോരുന്ന കൊണ്ടുവരണ്ട, ഇനി കൊടുത്തതിന് ശേഷം വീഡിയോ എടുത്തല്ലേ പറ്റും. പിന്നെ ആടെ നിന്നിട്ട് ഞങ്ങൾക്ക് കാൽക്ക് സുഖമില്ലാത്തതുകൊണ്ട് കുറേ നിൽക്കാനും കഴിയുന്നില്ല. അങ്ങനെ നിന്നിട്ട് ലൈന് മുന്നോട്ട് പോകുന്നതേ കാണുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്, നിന്നുകൊണ്ട് ലൂഡോ കളിക്കുന്നത്. അയാളെ ഡെഡിക്കേഷൻ ആരും കാണാണ്ട് പോകരുത്, എങ്ങനെയും ടൈം പാസ്സായാൽ മതിയല്ല, അതാണ് അയാളെ ബുദ്ധി. അപ്പോഴത്തേക്കും എൻ്റെ ഫാമിലി മൊത്തം അവിടെ എത്താൻ തുടങ്ങി. ഓരെല്ലാം കരുതി കൂട്ടി തന്നെയാണ് വന്നത്. ഓരോടാണ് കളി, കാരണം ഓർക്ക് നല്ല എക്സ്പീരിയൻസ്. അത് മാത്രമല്ല ഇതും ഓർക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? കൊണ്ടുവന്ന മോറെല്ലാം തീരാനായി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരാളെ അവിടുന്ന് കാണുന്നത്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഇവൻ വേറെ ആരുമല്ല, നമ്മളെ കൂട്ടത്തിലുള്ളതിനെ, നമ്മളെ ഏട്ടൻ്റെ മോനാണ്. പക്ഷെ ഓനാടുന്ന് നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്തിട്ടില്ല. എന്തെന്നറിയില്ല, ഭയങ്കര ജാടുണ്ടായിന്. കാരണം ഓൻ്റെ ഉപ്പാക്ക് നമ്മളെക്കാലം മുമ്പ് ഓട്ടിട്ട് കഴിഞ്ഞല്ല, അതിൻ്റെ ജാടായിരിക്കും, അറിയില്ല. ഞാൻ വിചാരിക്കുന്നത് ഓൻ പരിചയമുള്ള പോലെ ആക്കിയല്ല, ഞങ്ങൾ ഓനെ പിന്നെ പിടിച്ച് ക്യൂന്നിപ്പിക്കും. അപ്പോൾ ഓനക്ക് പരിചയമില്ലാത്ത പോലെ ആക്കിയാൽ ഓൻ രക്ഷപ്പെട്ടല്ല, അതിനാണ് ഓൻ ഓടിയത്. പിന്നെ ഓൻ കരയുന്ന പോലെ ഉണ്ടായിന്, അതുകൊണ്ട് ഞങ്ങൾ ഓനെ വിട്ട്. അതൊന്നും അല്ല ഇനി എൻ്റെ പ്രശ്നം. ഈ കുട്ടികൾ പിടിച്ചോണ്ട് ഈ ഉമ്മാൻ്റെ ഓർ പിന്നെയും വന്ന് ഞമ്മയുടെ ബാക്കിലാകുന്നുണ്ട്. ഞമ്മ അതിൻ്റെ അടുത്ത് എത്തുന്നേ ഉണ്ടായിട്ട് അവസാനം എങ്ങനെയെങ്കിലും അതിൻ്റെ അടുത്തെത്തി. അപ്പോഴൊന്നും ആശ്വസിച്ച് എൻ്റെ നേരെ പോയി ഓട്ടിട്ട് വന്നു. എന്നിട്ട് മൂത്തമ്മനെ പിടിച്ചിട്ട് വീഡിയോ ഇട്ട്, ഇത്ര വെയിറ്റ് ആക്കിയിട്ട് ഓട്ടിട്ടല്ലേ 4 ആൾ അറിയട്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നോക്കിയപ്പോൾ കുറേ പോലീസുകാരെല്ലാം അവിടെ വരാൻ തുടങ്ങി. പിന്നെ ഞമ്മ നേരെ വീട്ടിലോട്ട് വിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.